ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് കൊഞ്ചിപ്പൊടി ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പോൾ എടുത്തു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ റെസിപ്പി വീഡിയോയും കൂടെ ചെയ്യാം. കാരണം ഭയങ്കര ഈസിയാണ്. ഞാൻ എപ്പോഴും കൊച്ചിയിൽ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, നമ്മുടെ സ്റ്റേപ്പിളാണ്. ഇവിടെ ഞാൻ എല്ലാവരും കൊഞ്ചിപ്പൊടി ഉണ്ടാക്കിയൊന്നും കണ്ടിട്ടില്ല. പാക്കറ്റിൽ കിട്ടും, അഫ്കോഴ്സ് അത് മേടിക്കായിരുന്നു. പക്ഷെ ഞാനത് ഉണ്ടാക്കാൻ കാണിച്ചു. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഈ ഉണക്ക ചെമ്മീൻ ഞാൻ വറുത്ത് വെച്ചേക്കാം. എണ്ണയൊന്നും വേണ്ട, എണ്ണയില്ലാതെ വെറുതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് കുറച്ച് നല്ല വെന്ത് ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില. എനിക്ക് കീ ഇൻഗ്രീഡിയന്റ് ആണെന്ന് തോന്നുന്നത് ഇതാണ്, ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പൊ ഇവിടെ ചില്ലി ഫ്ലേക്സ് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളക് പൊടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അഫ്കോഴ്സ് കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്ത് സെയിം പാത്രത്തിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് കടു വറുക്കുക എന്നുള്ളതാണ്. ചൂടായി. കടു വറുക്കുമ്പോൾ ഞാൻ വറ്റൽമുളക് ഇടുന്നില്ല, കാരണം ചില്ലി ഫ്ലേക്സ് ഇടുന്നത് കൊണ്ട്. കടു ഇട്ട് കൊടുക്കുക. ഇത് ചെറിയുള്ളി, തീ ഉറച്ചിരിക്കാം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിന്റെ ശരിക്കുള്ള റെസിപ്പി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. സോ നല്ലതായിട്ട് ഫ്രൈ ആയി വരണം, നല്ല പോലെ. അതുവരെ ഇളക്കി കൊടുക്കുക. ഒരു പരുവമായി കുറച്ചും കൂടെ മുക്കണം. ഈ ഒരു പരുവത്തിന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ മതി. അല്ലെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ്. ഇത് ചമ്മന്തിയുടെ ടേസ്റ്റ് അല്ല ആക്ച്വലി. തേങ്ങ കുറച്ച് നല്ല മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ പോകുന്നത്. ദാറ്റ് ഇസ് മഞ്ഞൾപ്പൊടി ആൻഡ് വറ്റൽമുളക്. വേറെ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, ഉപ്പ് മാത്രമേ മസാലയായിട്ട് നമുക്കിതിൽ പോകേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഇത് നല്ല മൂത്ത് ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴേ കുറച്ച് ഉപ്പിടും. ഉപ്പിടുമ്പം ഉണക്കച്ചെമ്മീനിൽ ഉപ്പുണ്ടെന്ന് ഓർക്കുക. ലിമിറ്റഡ് ആയിട്ടുള്ള ഉപ്പിടുക, അരക്കൂരിട്ട് കളയരുത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉണക്കച്ചെമ്മീൻ കൂടെ ഇതിൻ്റെ അകത്തോട്ടിടാം. ആക്ച്വലി ഉണക്കച്ചെമ്മീൻ ഞാനൊരു ആവശ്യത്തിന് എടുത്തിട്ടാണ്. തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും വറുത്തതിന് ശേഷം ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എത്രത്തോളം എരിവ് ഇഷ്ടമാണോ അത്രയും വറ്റൽമുളക് നമുക്ക് യൂസ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കളറിന് കുറച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെയാവും. ഇങ്ങനെയും നമുക്ക് കഴിക്കാം. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല, കാരണം ഇതിൻ്റെ ഹെഡും ടെയിലും ഒക്കെ കാണും. അപ്പം നമുക്ക് ഇത് നല്ല ഫ്രൈ ആയതിനു ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരും. എന്നിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് ആയിട്ടുണ്ട്, ഹോൾഡ് ചെയ്യാണ്. ഒന്ന് ചൂട് മാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് അറിയോ? ഉണക്ക ചെമ്മീൻ ചമ്മന്തി. തേങ്ങ അരച്ചതല്ല, തേങ്ങ വറുത്തുണ്ടാക്കുന്നത്. ഇങ്ങനെ നോക്കണേ സുന്ദരി. കൊഞ്ചു പൊടിയാ, ഒറ്റ ബീറ്റ് ചെയ്താൽ മതിയെ. ഫുൾ പൊടിച്ചെടുത്ത് വെച്ചേക്കാം. വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോ നമുക്ക് ഈ ഉണക്കച്ചെമ്മീനും ചോറും തൈരും മാത്രം മതി കഴിക്കാൻ. ഇല്ലെങ്കിൽ ഈ ചോറിൽ ഉണക്കച്ചെമ്മീനും മിക്സ് ചെയ്യണം. ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ ചോറ് വെച്ച് റാപ്പ് ചെയ്ത് വാഴയിലയിൽ പൊതിഞ്ഞ് അങ്ങനെ കഴിക്കും. അതിൻ്റെ കൂടെ പുളിശ്ശേരിയും മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ മീൻ വറുത്തതോ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ആണെങ്കിൽ യമ്മാണ്.